എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്? എല്ലാവരും ഹാപ്പി അല്ലേ? ഒരുപാട് പോസിറ്റീവ് ആയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ആ ഒരു പോസിറ്റിവിറ്റി എനിക്ക് ഫീലിങ് കിട്ടുന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ നാളെ നമ്മുടെ 11 മണിക്ക് ടൈം ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നാളെ 11 o'clock രാവിലെ 11 മണിക്ക് മെമ്പേഴ്സ് ഓൺലി ലൈവ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കേണ്ടവരെടുത്തോളുക. അല്ലാത്തവർ ഓൾറെഡി മെമ്പേഴ്സ് ആയിട്ടുള്ളവർ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. എന്നെ ഓൺലൈൻ കാണുമ്പോഴത്തേക്ക് ജോയിൻ ചെയ്താൽ മതി. വേറെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല, നോർമൽ ചാറ്റ് തന്നെയാണ് കേട്ടോ. അപ്പം നാളെ നമുക്ക് പരമാവധി നോക്കാം. കുറച്ച് സമയം കിട്ടുമായിരിക്കും നമുക്ക് വിശദമായിട്ട് നോക്കാനൊക്കെ. അപ്പോൾ വേറെ എന്താണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്? നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് തന്നെയാണ് നോക്കാൻ പോകുന്നത്. പക്ഷേ ഞാനത് 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. കാരണം ഇന്ന് ആൽഫബറ്റ്സ് ഒന്നും വെച്ച് ചെയ്യുന്നില്ല. കുറേ നാളായിട്ട് ആൽഫബറ്റ്സ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് ഞാൻ 3 നമ്പർ എഴുതിയിട്ടുണ്ട്. 111, 222, 999. ഇതിലേതെങ്കിലും ഒരു നമ്പർ മനസ്സിൽ വിചാരിച്ചോളുക. ഞാൻ ഇന്നിങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് നോക്കാൻ പോകുന്നത്. ആദ്യം 111കാരുടെ നോക്കും, 222കാരുടെ നോക്കും, 999കാരുടെ നോക്കും. അങ്ങനെ ഏതെങ്കിലും ഇതിൽ 3-ൽ ഒരു നമ്പർ നിങ്ങൾ ചൂസ് ചെയ്തോളാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, കറണ്ട് ഫീലിങ്സ് പ്ലസ് അവരുടെ മെസ്സേജസ് കേട്ടോ. ഓരോ ഗ്രൂപ്പിനും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ മെസ്സേജസ് എടുക്കും. ഓക്കെ, നോക്കിയാലോ നമുക്ക്. രാവിലത്തെ ഡിവൈൻ ഗൈഡൻസിൽ കുറച്ച് സമയം സ്ട്രെസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഡിവൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്കും കൂടെയുള്ള മെസ്സേജായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇത്തിരി ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. ഒരു ചേഞ്ച് വേണം. മൊണോട്ടോണസ് ആയിട്ട് ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഡെയിലി ഒരേ റുട്ടീൻ ആകുമ്പോൾ ഒരു ചേഞ്ച് നമുക്ക് വേണം അല്ലേ. അങ്ങനെ ഓക്കെ. അപ്പോൾ ഞാൻ ഷഫ്ലിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഓർക്കുക ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എല്ലാ പേർക്കും റെസനേറ്റ് ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. റെസനേറ്റ് ആവാത്തവർ ഇതൊരു ജനറൽ ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ട് കണ്ടോളൂ കേട്ടോ. ഇതിൽ എന്ത് വന്നാലും അതും പൂർണ്ണമായിട്ട് അങ്ങ് മനസ്സിലേക്ക് എടുത്ത് സ്ട്രെസ് ആവരുത് കേട്ടോ. അല്ല, വേറെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്വന്തം കാര്യം ടാരോ വഴി നോക്കാറുണ്ടോ എന്ന്. തീർച്ചയായിട്ടും നോക്കാറുണ്ട്. കാരണം എനിക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ. എൻ്റെ കാര്യങ്ങൾ എനിക്ക് തന്നെ നോക്കാമല്ലോ. പക്ഷേ എന്നും നോക്കാറില്ല. അത്യാവശ്യ കാര്യങ്ങൾ വന്നാൽ മാത്രം. എനിക്ക് ഒരുപാട് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ വന്നാൽ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നൊക്കെ ഞാൻ നോക്കാറുണ്ട്. അല്ലാതെ ഡെയിലി ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും അത് ഞാൻ ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്ക് എടുക്കില്ലേ, അത് ഞാൻ എനിക്കും കൂടി ചേർത്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അതേപോലെ വേറെന്താ, ഡെയിലി പറഞ്ഞ പോലെ എനിക്കൊന്ന് കടയിൽ പോകണമെങ്കിൽ ഞാൻ പോകാമോ വേണ്ടയോ എന്നൊന്നും ടാരോ നോക്കാറില്ല. ഓക്കെ, അത്രയ്ക്ക് അഡിക്റ്റഡ് അല്ല. ലൈക്ക് എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നോക്കാനാണ് ഇഷ്ടം. കുറച്ചൊക്കെ നമുക്ക് ലൈഫിൽ ഒരു ഒരു മിസ്റ്ററി വേണം അല്ലേ. എല്ലാം നമ്മൾ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു രസമില്ലല്ലോ. ചില കാര്യങ്ങൾ ഡിവൈനിലേക്ക് ഞാൻ വിടുക ചെയ്യുക. ഓവറായിട്ട് എനിക്കിത് അറിയാമെന്ന് പറഞ്ഞിട്ട് രാവിലെയും വൈകിട്ടും സ്വന്തം കാര്യത്തിന് വേണ്ടി നോക്കാറില്ല കേട്ടോ. പക്ഷേ കൂടുതൽ സമയം കാർഡ്സ് എൻ്റെ തന്നെയാണ്. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ഇപ്പോൾ നോക്കുന്നുണ്ട്. അത് കാരണം കൂടുതൽ സമയം എൻ്റെ കാർഡ്സ് എൻ്റെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് അത് കൂടുതൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എൻ്റെ അടുത്ത് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചിറ്റാറ്റ് കഴിഞ്ഞു, നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ, ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സ് ഇന്ന് 3 നമ്പേഴ്സ് ചൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ 111 നമ്പർ ചൂസ് ചെയ്ത ആൾക്കാരുടെ പേഴ്സൺ, അവരുടെ കുറിച്ചുള്ള ഇന്നത്തെ ഫീലിങ്സ് എന്താണ്, എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മനസ്സിൽ ഈ നിമിഷം എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരും. 111 ചൂസ് ചെയ്ത ആൾക്കാരുടെ പേഴ്സൻ്റെ ഫീലിങ്സ് അവരെക്കുറിച്ച് ഇപ്പോൾ ഈ നിമിഷം അവരിത് കാണുന്ന നിമിഷം എന്താണ് എന്ന് പറഞ്ഞു തരും. എടുക്കുകയാണേ.
ആദ്യത്തെ കാർഡ് തന്നെ ഡെവിളായിരുന്നു. ഓക്കെ, ഞാനൊന്ന് കാർഡ് തിരിച്ച് വെച്ചിട്ട് എടുത്തതാണ്, വീണ്ടും കവർ ചെയ്തിട്ട് എടുത്തതാണ്. നീ യൂട്യൂബിൽ അത് പ്രോബ്ലം ഉണ്ടാന്ന് വിചാരിച്ചിട്ട്. പിന്നെ പിക്ചർ അങ്ങനത്തെ ഒരു പിക്ചർ, അതുകൊണ്ടാണ്. ജസ്റ്റിസ്, കിങ് ഓഫ് കപ്സ്, ഓക്കെ, 10 ഓഫ് കപ്സ്, ക്വീൻ ഓഫ് വാൻഡ്സ്, 7 of pentacles, 3 of cups, 4 of swords, oh, 3 of swords, bottom of the deck vannittu the hermit. മിക്സഡ് ഫീലിംഗ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. ഭയങ്കര മിക്സ്ഡ് ഫീലിംഗ് ആണ് ഇവർക്ക്. നിങ്ങളോട് അട്രാക്ഷനും ഉണ്ട്, സ്നേഹവും ഉണ്ട്, അതേസമയം ഫാമിലിയോട് റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ പ്രതി ഒബ്സസ്ഡ് ആണെന്ന് തന്നെ പറയാം. ഒബ്സസീവ് തോട്ട്സ് ആണ് നിങ്ങളെക്കുറിച്ചിട്ട്. ഇവർക്ക് എന്ത് ചെയ്യുമ്പോഴും, ഇവർ ജോലി ചെയ്യുമ്പോഴും അതെ, എന്ത് ചെയ്യുമ്പോഴും അതെ, ഇവരുടെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ നിങ്ങളുടെ ചിന്ത വരും, എന്നിട്ട് സങ്കടമാവും, വിഷമാവും. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവർ അതിൽ നിന്ന് പുറത്ത് കടന്നിട്ട് അവർ വീണ്ടും ജോലിയിൽ ഫോക്കസ് ചെയ്യും. പക്ഷേ വീണ്ടും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നിങ്ങളുടെ തോട്ട്സ് വരും. അങ്ങനെ ഒരു ഒബ്സസീവ് ഇതിലാണ് നിൽക്കുന്നത്. ഇവരിൽ ചിലരെങ്കിലും സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അങ്ങനത്തെ അഡിക്ഷൻ, ഈവൻ ടീ, കോഫി, ഒരുപാട് സ്ട്രെസ്സ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ നമ്മൾ കുടിക്കൽ, ഉറക്കമില്ലായ്മ കൊണ്ടും ഒക്കെ ഇവർ സഫർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു അഡിക്ഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാൻ പറയുക. ഓക്കെ, കൂടുതലായിട്ടും തോട്ട്സ് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഒബ്സസ്ഡ് തോട്ട്സ്, നിങ്ങളെ പ്രതി ഒബ്സസ്ഡ് ആണ് ഇവർ. അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ജസ്റ്റിസ് തരാൻ സാധിക്കുന്നില്ല എന്നൊരു വേദന ഇവർക്കുണ്ട്. ജസ്റ്റിസ് തരണമെന്ന് തീവ്രമായ ആഗ്രഹമുണ്ട്, പക്ഷെ തരാൻ സാധിക്കുന്നില്ല എന്നൊരു വിഷമമാണ് ഇവർക്ക് ഉള്ളത് കേട്ടോ. കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് ഒരുപാട് സ്നേഹമാണ്, പക്ഷേ അവിടെ ഒരു ഫാമിലി നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് അവരും ഇത് നിങ്ങളും ആണെങ്കിൽ തിരിച്ചുമായിരിക്കാം. നിങ്ങളും ആണെങ്കിൽ അതിൻ്റെ നടുവിൽ നിൽക്കുന്നതാരാ? ഫാമിലി. ഓക്കെ, ഇവർക്കോ നിങ്ങൾക്കോ ഒരു ഫാമിലി ഉണ്ട്. തേർഡ് പാർട്ടി 2 പേർക്കും തന്നെ മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട്. അവിടെ ഒരു റെസ്പോൺസിബിലിറ്റി വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഫാമിലിയിൽ കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിരിക്കും. അവിടെ ഒരു സ്പൗസ് മാത്രമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവരൊന്നും ആലോചിക്കാതെ വന്നേനെ. പക്ഷേ അവിടെ കുട്ടികൾ ഇൻവോൾവ് ആണ്. അത് കാരണം ആ ഒരു എടുത്തെറിഞ്ഞിട്ട് പോരാനുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് കാണുന്നില്ല. അഥവാ ഇവർ മാരീഡ് അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിൽ ഇവർ ചിലപ്പോൾ എൽഡർ സൺ ഓർ ഡോട്ടർ ആയിരിക്കും, മകനോ മകളോ ആദ്യത്തെ കുട്ടിയായിരിക്കും. അപ്പോൾ ഫാമിലിയിൽ മറ്റുള്ളവരുടെ റെസ്പോൺസിബിലിറ്റി ഇവരുടെ ചുമലിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതായത് അച്ഛൻ, അമ്മ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ചുമതല ഇവർക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതൊരു തടസ്സമായിട്ട്, ആ റെസ്പോൺസിബിലിറ്റി ഒരു തടസ്സമായിട്ട് നിങ്ങളുടെ ഇടയിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അവരോടും അവർ നിങ്ങളോടും ഒരുപാട് സ്നേഹം തന്നെയാണ് മനസ്സിൽ വെച്ച് പുലർത്തുന്നത്. പക്ഷേ 2 പേരും തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആക്ഷൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ കാർഡ്സ് വെച്ചിട്ട് ആക്ഷൻ വരുന്നില്ല. മനസ്സിൽ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്, ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുകയാണ്. കാരണം അവിടെ ഫൈനാൻസസ്, റെസ്പോൺസിബിലിറ്റീസ് ഒരു പ്രശ്നമായിട്ടാണ് കാണുന്നത് കേട്ടോ. അവർ അത് തരണം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ചുമ്മാ ഇരിക്കുകയൊന്നുമല്ല, ആ പ്രശ്നം തരണം ചെയ്യാൻ ഇവർ തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എക്സ്റ്റെൻഡഡ് ഫാമിലിയും ആവാം, പാരൻസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഈവൻ കാരിയർ, പിന്നെ അല്ലെങ്കിൽ അവരുടെ സ്പൗസ്, ഹസ്ബൻഡോ വൈഫോ, അല്ലേ, അങ്ങനത്തെ എന്ത് റെസ്പോൺസിബിലിറ്റിയും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വരാറുണ്ട്.
പക്ഷേ നിങ്ങൾ തമ്മിൽ കാണാൻ ഉള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ തമ്മിൽ കാണാനുള്ള ഒരു സാധ്യതയൊക്കെ വരുന്നുണ്ട്. ഒരു റീയൂണിയൻ പോലെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമായിരിക്കും, ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കില്ല നിങ്ങൾ തമ്മിൽ കാണുന്നത്. നിങ്ങളുടെ കൂടെ മറ്റുള്ളവരുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു റീയൂണിയൻ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അറ്റ്ലീസ്റ്റ് തമ്മിൽ കണ്ട് സംസാരിക്കാനുള്ളൊരു വെന്യൂ നിങ്ങൾക്ക് വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി പ്രശ്നം സോൾവ് ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല. സ്ട്രെസ്സാണ്, രാത്രി ഉറക്കമില്ലാത്ത സ്ഥിതിയാണ്. ഓക്കെ, ഓവർ തിങ്കിങ് ആണ്. ഇതെങ്ങനെ തരണം ചെയ്യും എന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനിലാണ് ഇവർ ഇരിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം ഇവർക്ക് ഇവരുടെ സ്നേഹം പുറത്ത് ചിലപ്പോൾ പറയാൻ പറ്റാത്തൊരു സ്ഥിതിയായിരിക്കും. അതുകൊണ്ട് ഒരുപാട് വേദനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഇവരുടെ റെസ്പോൺസിബിലിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം പുറമേക്ക് ചിരിച്ച് ഇരിക്കുന്നുണ്ടാവും. പുറമേ നിന്ന് കാണുമ്പോൾ ആർക്കും മനസ്സിലാവില്ല ഇവർക്ക് ഇത്ര സ്ട്രെസ് ഉണ്ടെന്ന്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ് അവർക്ക്. ആരോട് പറയണം എന്നറിയില്ല. നിങ്ങൾക്കറിയാം, അവർക്കറിയാം. ആരോടും ഷെയർ പോലും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഗിവ് മീ സം മോർ കാർഡ്സ്. ഗിവ് മീ സം മോർ കാർഡ്സ് ഡിവൈൻ. ഈ ക്യാൻഡലിൻ്റെ ഫ്ലെയിം കണ്ടോ? അത് രണ്ടും നന്നായിട്ട് കത്തുന്നുണ്ട്. ഇത് കണ്ടോ? ഇങ്ങനെ വളരെ ഡള്ളായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണത്. ഇങ്ങനെ ഭയങ്കര, അത് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് ലോൺലിനെസ്, ലൈക്ക് ആ ഡൗൺ ആവുന്നത് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ക്യാൻഡിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. Give me some more cards, divine. Give me some more cards, please. 6 of swords, emperor, lovers. കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ. സ്നേഹം മാത്രമേ ഉള്ളൂ നിങ്ങളോട് കേട്ടോ. കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്, ലവേഴ്സും വന്നിട്ടുണ്ട്. ഇവർ വിചാരിക്കുന്നത് നിങ്ങളുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. ഒരു സോൾമേറ്റ് ആണ്, ട്വിൻ ഫ്ലെയിം ആണ് എന്നെല്ലാം എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പറയാൻ. ഓക്കെ, എനിക്ക് ഓവർവെൽംഡായിട്ട് ഫീൽ ചെയ്യുന്നു. ഇവരുടെ അത്രയും സ്ട്രോങ് എനർജി എനിക്ക് കിട്ടുന്നുണ്ട് ഇന്ന്. ഓക്കെ, ഭയങ്കര വിഷമം പോലെ എനിക്ക് പെട്ടെന്ന് ഡൗൺ ആയി. ഓക്കെ, ഞാൻ ഹൈ എനർജിയിലാണ് ഇന്ന് വന്നത്, പക്ഷേ ഇപ്പം എനിക്ക് പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല. ഓക്കെ, ഇവരുടെ കരിയറിൽ ഒരു നിങ്ങളുടെയോ ഇവരുടെയോ കരിയറിൽ ഒരു ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട് കേട്ടോ. കരിയറിലാണ്. ആ കരിയറിൻ്റെ ന്യൂ ബിഗിനിങ് മൂലം നിങ്ങൾ ഒരു ലോങ് ഡിസ്റ്റൻസിലാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ജോലി വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അവിടെ ഒരു ട്രാൻസ്ഫറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ഇതൊന്നുകിൽ നിങ്ങളിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക്, നിങ്ങളിരിക്കുന്ന സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ അവരിയ്ക്കുന്ന സ്ഥലത്തുനിന്ന് ട്രാൻസ്ഫറായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതും ആയിരിക്കാം. രണ്ടും ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ന്യൂ ബിഗിനിങ് അവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ തമ്മിൽ കണ്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കോംപ്രമൈസ്, ഒരു എഗ്രിമെൻറ്റിലൊക്കെ നിങ്ങളെത്താൻ സാധ്യതയുണ്ട്. ലൈക്ക് ഇവരുടെ റെസ്പോൺസിബിലിറ്റി കഴിയും വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാമെന്നോ അങ്ങനെയൊക്കെ ഒരു എഗ്രിമെൻറ്റിൽ നിങ്ങൾ തമ്മിൽ എത്തുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കാരണം ഇവർ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നിങ്ങളും പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. മനസ്സിൽ നിറയെ സ്നേഹമുണ്ടെങ്കിലും അവിടെ പ്രാക്ടിക്കാലിറ്റി അവർ ആലോചിക്കുന്നുണ്ട്. കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പ്രാക്ടിക്കലി ചിന്തിക്കുന്നു എന്ന് മാത്രം. എന്താ പറയുക, ഹെഡ് ഓവർ ഹാർട്ട് എന്ന് പറഞ്ഞ ഒരവസ്ഥ. ഓക്കെ, കാരണം അവർക്കങ്ങനെ ചിന്തിച്ചേ പറ്റൂ. അവരുടെ ഫാമിലിയിൽ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഇവരുടെ ചുമലിലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആക്ഷൻ നോക്കാം, എന്നിട്ട് ഇവരുടെ മെസ്സേജസ് എടുക്കാം. നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരുന്നതായിട്ട് കാണുന്നുണ്ടോ ദിവാൻ? ഇവരുടെ കാര്യത്തിൽ നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരുന്നതായിട്ട് കാണുന്നുണ്ടോ? എൻ്റെ വ്യൂവേഴ്സ് ചൂസ് ചെയ്ത നമ്പർ 111. ഡബിൾ റിപ്പീറ്റായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ വളരെ കാര്യമായിട്ട്, നിങ്ങൾക്കാണ് ഈ ഒബ്സഷൻ ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ തന്നെ കറക്റ്റ്. ഈവൺ നിങ്ങൾ സ്വയം ഹീൽ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ പേഴ്സണും ഹീലാവും. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു എനർജി കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
നിങ്ങൾ അവർക്ക് ഇത്ര ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടാണ് അവരിയ്ക്കുന്നത്. അപ്പം നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. വേറെ ഒന്നും നടന്നില്ലെങ്കിൽ ഒന്ന് അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോയി ഒന്ന് പ്രാർത്ഥിക്കുക. ഡെയിലി എന്തെങ്കിലും ഒരു ശ്ലോകം പറയുക. ഒരു 10 മിനിറ്റ് ഡിവൈനുമായിട്ട് ചിലവഴിക്കുക കേട്ടോ. പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക. അതിനൊരു പ്രത്യേക ദിവസം വേണമെന്നൊന്നും ഇല്ല. വരെ നിങ്ങൾ ഡെയിലി ഈവൺ ഒരു ബുക്ക് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഒരു ബുക്ക് എടുത്ത് ഒരേ കാര്യം 10 പ്രാവശ്യം എഴുതിയാൽ അത് മാനിഫെസ്റ്റ് ആവും. അതെങ്കിലും ചെയ്യാൻ ശ്രമിക്കൂ കേട്ടോ. ഇവർക്ക് ഹെൽപ്പ് ആവശ്യമുണ്ട്. അവർ കണ്ടോ, മാനിഫെസ്റ്റ് ചെയ്യാനാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നെക്സ്റ്റ് ആക്ഷൻ മാനിഫെസ്റ്റേഷൻ ആണ് കേട്ടോ. മജീഷ്യൻ പറയുമ്പോൾ മാനിഫെസ്റ്റേഷൻ ആണ്. ഇവർ നിങ്ങളെ 24 മണിക്കൂർ ഓർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഡെവിളിൻ്റെ എനർജി അവിടെ വന്നിരിക്കുന്നത്. ഒബ്സസീവ് തോട്ട്സ് ആണ് നിങ്ങളെപ്പറ്റി. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മാനിഫെസ്റ്റ് ആവുകയാണ് അവിടെ. ഓക്കെ, പക്ഷേ നിങ്ങൾ ഡിവൈൻ്റെ അടുത്ത് മാനിഫെസ്റ്റ് ചെയ്യൂ. അവർക്ക് വേണ്ടിയിട്ട് അവരുമായിട്ട് കോണ്ടാക്റ്റിൽ ഉണ്ടെങ്കിൽ അവരോടും മാനിഫെസ്റ്റ് ചെയ്യാൻ പറയൂ. ഇങ്ങനെയല്ല, ഇങ്ങനെ ഒബ്സസ്ഡ് തോട്ട്, ഒരു ഡിപ്പെൻഡൻസി, കോ ഡിപ്പെൻഡൻറ്റ് രീതിയിലുള്ള തോട്ട്സ് അല്ല, ലൈക്ക് പോസിറ്റീവ് രീതിയിൽ, അതായത് നിങ്ങളുടെ റീയൂണിയൻ നടന്നു എന്നൊക്കെയുള്ള രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പറയൂ കേട്ടോ. നിങ്ങളും ചെയ്യൂ, മറക്കാതെ ചെയ്യൂ. ജസ്റ്റിസ്, നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരണം. നിങ്ങളുടെ അടുത്ത് ഇൻജസ്റ്റിസ് ആണ് ചെയ്യുന്നത്. കാർഡ്സ് റിപ്പീറ്റ് ആവുന്നതുണ്ടോ? നിങ്ങളുടെ അടുത്ത് ഇൻജസ്റ്റിസ് ആണ് ചെയ്യുന്നതെന്ന് അവർക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് ജസ്റ്റിസിലേക്ക് എത്തണം എന്നവർ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്കം എന്നൊന്ന് പറഞ്ഞു തരൂ. അവർക്ക് ജസ്റ്റിസ് സെർവ് ചെയ്യണം എന്നുണ്ട്. ഇതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും ഡിവൈൻ? ഓക്കെ, പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. മുന്നോട്ട് എങ്ങനെ, എനിക്ക് തോന്നുന്നു ഇവരുടെ ലൈഫിൽ ഒരു കോർട്ട് കേസ് ഒക്കെ നടക്കുന്നുണ്ട്. ലൈക്ക് അതിൻ്റെ വിധിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. കാരണം ഇപ്പം നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കോർട്ട് കേസിനെ എതിരായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അവിടെ ഒരു വെയിറ്റിംഗ് എനർജി വന്നത്. ഓക്കെ, കാരണം സെറ്റിൽമെൻറ്റ് വരുമ്പോഴത്തേക്കും അത് ബാധിക്കും. അതുകൊണ്ടായിരിക്കും, ലീഗലി ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പോസിറ്റീവ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റിവിറ്റിയാണ് അവിടെ ആ ഡെവിൾ കാർഡിൽ റിഫ്ലക്റ്റ് ആവുന്നത് കേട്ടോ. സ്ട്രെസ് ഉണ്ട്, ഓവർ സ്ട്രെസ്സ് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഔട്ട്കം എന്താവും എന്നറിയാത്ത കൊണ്ടുള്ളൊരു ചിന്ത, ഓവർ ചിന്ത അവിടെ കാണുന്നുണ്ട്. സമാധാനമായിട്ടിരിക്കാൻ പറയൂ അവരോട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ. ഞാൻ വീണ്ടും പറയുകയാണ്, മോർ ആക്ഷൻസ് ഫ്രം ദീസ് പീപ്പിൾ. ക്ഷമയോടെ കാര്യം കൈകാര്യം ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ. ക്ഷമയോടെ കാര്യം ഡീൽ ചെയ്താൽ ഇതിനൊരു സക്സസ് കിട്ടുമെന്ന് തന്നെയാണ് നെക്സ്റ്റ് ആക്ഷൻ വരുന്നത്. ചാരിയറ്റ് അവരൊരു തീരുമാനമെടുത്ത് ഡിറ്റർമിനേഷനോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിലായിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അതേപോലെ റെസ്പോൺസിബിലിറ്റീസ് വളരെ പ്രബലമായിട്ട് തന്നെ അവിടെ കാണുന്നുണ്ട്. അവരതിലും ബിസിയാണ്. അവർക്കതിലും ഫോക്കസ് ചെയ്തേ മതിയാകൂ. അവരത് കൈവിട്ടിട്ടൊന്നും അല്ല നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ നിങ്ങളെ കാണാൻ അവർ വരും. നിങ്ങൾ തമ്മിൽ സംസാരിക്കും. ഒരു കോംപ്രമൈസ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവും. സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ദ വേൾഡ് ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, കാരണം അവിടെ ചാരിയറ്റിൻ്റെ എനർജിയും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ തമ്മിൽ കാണുന്നത് ഒരു പാറ്റേണിലാണ്. ഒരു പാറ്റേൺ റിപ്പീറ്റ് ആവുന്നത് അവിടെ കാണുന്നുണ്ട്. ലൈക്ക് ആഴ്ചയിലൊരിക്കൽ, അല്ലെങ്കിൽ 2 ദിവസത്തിലൊരിക്കൽ, മാസത്തിലൊരിക്കൽ, അങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ ട്രാവൽ ചെയ്ത് വന്ന് നിങ്ങളെ കാണുന്നത്. അങ്ങനെ ഒരു പാറ്റേൺ അവിടെ കാണുന്നുണ്ട് കേട്ടോ. 2 more cards for action. 2 more cards for action. എന്നിട്ട് ഇവരുടെ മെസ്സേജസും കൂടെ എടുത്തു തരാം. അറ്റ് പ്രസൻറ്റ് ഒരു ടവർ മൂവ്മെൻറ്റ് അവിടെ കാണുന്നുണ്ട്. ലാസ്റ്റ് കാർഡ്, ദ വീൽ. ആ പാറ്റേൺ അവിടെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഒരു ടവർ മൂവ്മെൻ്റ് അവിടെ ഉണ്ടെങ്കിൽ അത് മാറി ഒരു പോസിറ്റിവിറ്റിയിലേക്ക് കാര്യങ്ങൾ വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അറ്റ് പ്രസൻറ്റ് ടവർ മൂവ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആയിരിക്കും നിങ്ങൾ. പക്ഷേ അത് മാറിയിട്ട് നിങ്ങൾ തമ്മിൽ കാണുന്നതായിട്ട് എനിക്ക് അതിൽ ഒരു കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഒറ്റയ്ക്കൊന്നും ആയിരിക്കില്ല, അത് ഞാൻ പറയാം. ഒറ്റയ്ക്ക് കാണാനുള്ളൊരു സന്ദർഭമൊന്നും ആയിരിക്കില്ല. നിങ്ങൾക്ക് ചുറ്റും ആൾക്കാരുണ്ടായിരിക്കും നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ. ഓക്കെ,
എന്തായാലും സംസാരിക്കാൻ അവസരം കിട്ടിയാൽ സംസാരിച്ച കാര്യങ്ങൾ തീരുമാനിക്കൂ. ഓക്കെ, നിങ്ങൾക്കുള്ള മെസ്സേജസ് നിങ്ങളുടെ പേഴ്സണിൽ ഞാൻ എടുക്കാം. 111 ചൂസ് ചെയ്തവർക്ക് ഞാൻ ഓൾറെഡി ഇത് ബൗളിലിട്ട് ഷഫിൾ ചെയ്തിട്ട് എനിക്ക് കൈ കിട്ടിയ കുറേ മെസ്സേജസ് ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. ഇത് മൊത്തം ഞാൻ വായിക്കാൻ പോകുന്നുണ്ട്. ആ ഫ്ലെയിം ശരിയായത് കണ്ടോ? ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കാർഡ്സ് ഞാൻ മാറ്റി കഴിഞ്ഞപ്പോൾ ആ ഫ്ലെയിം നോർമലായിട്ട് കത്തിത്തുടങ്ങി. അത് ഞാൻ പറഞ്ഞ് അതൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് എനിക്ക് അവരുടെ എനർജി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് കാർഡ്, ഐ എം വാച്ചിങ് യു ഫ്രം എഫാർ. നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് ആണ്, പക്ഷെ അവർ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. മാനിഫെസ്റ്റിംഗ് യു, മജീഷ്യൻ്റെ കാർഡ് വന്നില്ലേ. ഏഞ്ചൽ ബ്ലെസ്സിങ്സ്, നിങ്ങളുടെ ലൈഫിൽ ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ഉണ്ട്. തുടർന്ന് അത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് നെഗറ്റീവ് ഫീലിങ്സ് അവിടെ കണ്ടിരുന്നു. അവർ സ്ട്രെസ്ഫുള്ളായിട്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഏഞ്ചൽ ബ്ലെസ്സിങ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. ഐ എം നോട്ട് ഏബിൾ ടു മൂവ് ഓൺ. അവർക്ക് നിങ്ങളെ ചിലപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് മൂലം സെപ്പറേറ്റ് ആവാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പോയിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ട്വിൻ ഫ്ലെയിമോ സോൾമേറ്റ്, ലവേഴ്സിൻ്റെ കാർഡിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അവരുടെ ട്വിൻ ഫ്ലെയിമോ സോൾമേറ്റോ ആവാൻ സാധ്യതയുണ്ട്. ഐ ഹാവ് മൂവ്ഡ് ഓൺ, ചിലരെങ്കിലും ഒരു സിറ്റുവേഷനിൽ മൂവ് ഓൺ ചെയ്തതായിട്ട് പറയേണ്ട, അത് സ്പെസിഫിക് മെസ്സേജ് ആയിരിക്കും. ടോറസ്, നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ടോറസ്, ഇടവരാശി, വൃഷഭരാശി ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു, നിങ്ങളെ അവർക്ക് നിങ്ങളുടെ പ്രസൻസ് ഇപ്പോഴും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഒബ്സെസ്ഡ് വിത്ത് യുവർ തോട്ട്സ്, ഡെവിൾസ് എനർജി. ഞാൻ എന്താ പറഞ്ഞേ, എപ്പോഴും നമ്മൾ മെസ്സേജസ് എടുക്കുമ്പോൾ റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെ വരും. വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം, വെയിറ്റിംഗ് പീരീഡ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അവർ ശരിയായ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ചിലപ്പോൾ ഒരു കോർട്ട് കേസൊക്കെ ആയിരിക്കും, ശരിയായ സമയം വരുമ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാം. നമ്മുടെ റീഡിങ് തന്നെയല്ലേ മെസ്സേജിലും വന്നിരിക്കുന്നത്. ഐ നോ ഐ സ്പോയിൽഡ് എവറിത്തിങ്, അവരാണ് വിട്ടു നിന്നത് എന്നാണ് അവർ പറയുന്നത്. അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ഡ്രീമിങ് ഓഫ് യു, ഇവർ നിങ്ങളെ പറ്റിയാണ്, സ്വപ്നങ്ങളിൽ പോലും നിങ്ങളാണ്. നമ്പേഴ്സ് 3, 21, 12, 30, ഈ നമ്പേഴ്സ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. ഐ ഹാവ് റോങ്ഡ് യു, ഫോർഗിവ് മീ, അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കുന്നുണ്ട്, മാപ്പ് ചോദിക്കുകയാണ് നിങ്ങളോട് കേട്ടോ. ഐ ലവ് യു. അക്വേറിയസ്, കുംഭരാശി ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഐ എം സോറി ഐ ഹേർട്ട് യു, അവർ സോറി പറയുകയാണ്, അവർ നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് അവർക്കറിയാം. നമ്പേഴ്സ് 1, 10, ഈ നമ്പേഴ്സും നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. യു ആർ ഡ്രൈവിങ് മീ ക്രേസി, ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരു സ്ഥിതിയാണ് ചുരുക്കി പറഞ്ഞ കേട്ടോ. 11, വിഷ് ഫുൾഫിൽമെൻറ്റ്, നിങ്ങൾ നമ്പർ ചൂസ് ചെയ്ത് ഏതാ? 111, അത് തന്നെയാണ് അല്ലേ. റീയൂണിയൻ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ തമ്മിൽ കാണാനുള്ള സാധ്യത ഉണ്ടെന്ന്. ഇത് പെർമനൻറ്റ് റീയൂണിയൻ അല്ല, അങ്ങനെ എടുക്കണ്ട, നിങ്ങൾ തമ്മിൽ കാണും ഉറപ്പായിട്ടും. ലവ് യുവർ ഐസ്, നിങ്ങളുടെ കണ്ണുകൾ അവർക്ക് ഇഷ്ടമാണ്. നമ്പേഴ്സ് 2, 11, ഇതും നിങ്ങളുടെ പേഴ്സൻ്റെയോ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് നമ്പർ ആയിരിക്കും. യു ഹാവ് ലൈറ്റ് ടു മീ, നിങ്ങളെന്തോ കാര്യം അവരുടെ അടുത്തൊന്ന് മറച്ചു വെച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഫോളിങ് ഫോർ യു, ന്യൂ ലവ് ആണ്, അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. മാരി മീ, ഒരു പ്രപ്പോസൽ. ഓക്കെ, കല്യാണം കഴിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഐ എം നെവർ ഗിവിങ് അപ്പോൺ യു, നിങ്ങളെ ഒരിക്കലും കൈവിടില്ല എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു 111കാരുടെ റീഡിങ്. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ 222കാരുടെ റീഡിങ്ങിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് 222 നമ്പർ ചൂസ് ചെയ്തവർക്കായിട്ട് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്. ഓക്കെ, ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സ് ചൂസ് ചെയ്ത നമ്പർ 222 ആണ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ
കറണ്ട് ഫീലിങ്സ് അവർക്കായിട്ടുള്ളത് എന്താണെന്നൊന്ന് കാണിച്ചു തരൂ. 222 ചൂസ് ചെയ്ത വ്യൂവേഴ്സിനുള്ള അവരുടെ ഫീലിംഗ്, അവരുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് എന്നൊന്ന് കാണിച്ചു തരൂ. കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് കാണിച്ചു തരൂ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ. 222 ചൂസ് ചെയ്ത വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എൻ്റെ വ്യൂവേഴ്സിനായിട്ടുള്ള. ആദ്യത്തെ കാർഡ് വീണത് ഏതാ? ലവേഴ്സ്. എൻ്റെ കയ്യിൽ നിന്ന് വീണതാ കേട്ടോ, ഞാൻ എടുത്തതല്ല അത്. എംപ്രസ്, 5 of Swords, 9 of Cups, Nine of Wands, 9 of Pentacles, Temperance, Justice, 10 of Wands and Wheel of Fortune. Wheel of Fortune bottom of the deck കേട്ടോ. ആദ്യം തന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, സ്നേഹം തന്നെയാണ് നിങ്ങളോടുള്ള പ്രബലമായ ഫീലിങ്സ്. എന്താണെന്ന് ചോദിച്ചാൽ ലവ്, ഉറപ്പായിട്ടും കേട്ടോ. നിങ്ങൾ അവരുടെ ട്വിൻ ഫ്ലെയിമാണ്, സോൾമേറ്റ് ആണ് എന്നൊക്കെ ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു എംപ്രസ് സാന്നിധ്യമാണ് എന്നിവർ വിചാരിക്കുന്നുണ്ട്. അതായത് ഒരു മദർലി കെയർ, അതിൻ്റെ ഒപ്പം നിങ്ങൾ കൊടുക്കുന്ന ഒരു കെയർ, നിങ്ങളെ കാണാനും നല്ല ഒരാളാണ്, നിങ്ങളുടെ സംസാരം കേൾക്കാൻ ഇവർക്ക് ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരനോ സുന്ദരിയോ ഇവരെ പ്രതി കേട്ടോ. ഇവരെ ആലോചിക്കുമ്പോൾ അങ്ങനെയാണ്. ഓക്കെ, അതേപോലെ നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റിയുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷം അവരുടെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ്, ഒരുപാട് സ്നേഹമാണ്. ഓക്കെ, 5 of Swords എന്താണ് അവിടെ? അതായത് ജയിച്ച യുദ്ധം തോറ്റതുപോലെ നിൽക്കുന്ന ഒരു ഇതാണ്, ഒരു കോൺഫ്ലിക്റ്റ് എന്നൊക്കെയാണ് കാണുന്നത്. ക്ലാരിഫൈ. 5 of Swords, Ace of Swords. അവർക്ക് എന്തോ ഒരു റിയാലിറ്റി ചെക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് കേട്ടോ. ഒരു മെൻ്റൽ ക്ലാരിറ്റി അവിടെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ബാക്കി കാർഡ്സ് നോക്കി വരുമ്പം മനസ്സിലാവും എന്താണെന്നുള്ളത്. എന്തോ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പുതിയ പ്രശ്നം ഉയർത്തെഴുന്നേറ്റ് വന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. എല്ലാം ഓക്കെ ആയിട്ട് പോവുമായിരുന്നു. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് ഇവർ കരുതുന്നുണ്ട്. പക്ഷേ ഒരു തടസ്സം അവിടെ കാണുന്നുണ്ട് കേട്ടോ. അത് തന്നെയാണ് ഇവിടെ ഏസ് ഓഫ് സ്പോർട്സിലും കാണുന്നത്. ക്ലാരിഫൈ. 9 of Wands. വൈ ഈസ് 9 of Wands ഹിയർ? അതൊരു സ്ട്രെസ്ഡ് ആയിട്ട് ഒരു വെയിറ്റിംഗ് പീരീഡിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു തടസ്സം അവിടെ, ഒരു തേർഡ് പാർട്ടി ഉണ്ട്, ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി അവിടെ ഉണ്ട്. തേർഡ് പാർട്ടി തന്നെയാണ് കാരണം എൻ്റെ കയ്യിലത്തെ ബോട്ടം ഓഫ് ദി ഡെക്ക് ഇപ്പോൾ ക്വീൻ ഓഫ് സ്വാർഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഉള്ളത് കൊണ്ട് ഇവർക്ക് ഒരു റെസിസ്റ്റൻസ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കറിയാം നിങ്ങൾ അവരുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. പക്ഷേ ഈ തേർഡ് പാർട്ടിയുടെ ഇടപെടൽ മൂലം അല്ലെങ്കിൽ ഈ ലോങ് ഡിസ്റ്റൻസ് മൂലം ഇവർ ഭയങ്കര സ്ട്രെസ്സിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളും അവരും അവരുടെ ജോലിയിലും കരിയറിലും ഒക്കെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ അതിൽ യാതൊരു തർക്കവും ഇല്ല കേട്ടോ. ഒന്നും എല്ലാം കൈവിട്ടു പോയി എന്നുള്ള രീതിയിൽ ഒന്നും ചെയ്യാതെ ഇരിക്കുകയൊന്നുമല്ല. അവരവരുടെ റെസ്പോൺസിബിലിറ്റി രണ്ടുപേരും തന്നെ കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. നിങ്ങൾ ഒരു സെൽഫ് കെയർ, സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ബിൽഡപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവരെ ആ സെൽഫ് ലവ്, സെൽഫ് കോൺഫിഡൻസിലേക്ക് കൊണ്ടുവരുന്നതായിട്ടും കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരു ഈക്വൽ ബാലൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളും അവരും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് പരസ്പരം സപ്പോർട്ട് ചെയ്ത് താങ്ങി നിർത്തുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവരുടെ കോൺഫിഡൻസ് കുറയുന്ന സമയത്ത് നിങ്ങളത് ബൂസ്റ്റ് ചെയ്യാറുണ്ട്, നേരെ തിരിച്ചും. ഓക്കെ, പ്രശ്നങ്ങൾ വരുമ്പോൾ രണ്ടുപേരും തന്നെ പുഷ് ചെയ്ത് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ജസ്റ്റിസ് സെർവ് ചെയ്യണം എന്നിവർ വിചാരിക്കുന്നുണ്ട്. ചിലരുടെ ലൈഫിൽ ഒരു കോർട്ട് കേസ് നടക്കുന്നുമുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരു കോർട്ട് കേസ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
പക്ഷേ ഇവർ ഈ റെസ്പോൺസിബിലിറ്റീസിൻ്റെ വെയിറ്റ് മൂലം ഇവർ തളർന്നിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ക്ലാരിഫൈ 10 of wands. Is it an emotional weakness or are they physically tired? ഇമോഷണൽ വീക്ക്നെസ് ആണോ അവിടെ, ഫിസിക്കൽ ടയർഡ്നെസ് ആണോ ഡിവൈൻ കാണുന്നത്? ജോലിഭാരമാണോ? അല്ല, അവിടെ ഇമോഷണലി വീക്ക് ആവുന്നതായിട്ട്, അതാണ് ഇവരുടെ തേർഡ് പാർട്ടി ഇവരെ ഇമോഷണലി വല്ലാതെ സ്ട്രെസ് ആക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കൺട്രോളൊക്കെ ചെയ്തിട്ട് ഇവർ ആകെ തളർന്നിരിക്കുകയാണ് അവിടെ. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു കോർട്ട് കേസ് നടക്കുന്നതായിട്ട്, അവിടെ ആ കോർട്ട് കേസ് ഇവരെ കുറച്ച് ഇമോഷണലി വീക്ക് ആക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അവിടെ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ വരുന്ന, അവിടെ ഒരു ഗുഡ് ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ സമയവും കടന്നു പോകും എന്നാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കുറച്ചൊന്ന് ക്ഷമിച്ചാൽ ഈ ഒരു സിറ്റുവേഷൻ തരണം ചെയ്ത് പുറത്തേക്ക് വരാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കുമെന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഇവരുടെ ഫീലിംഗ്, മേജർ ഫീലിംഗ് ലവാണ്, അഡ്മിറേഷനാണ്. നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണെന്ന് ഇവർ ഉറച്ച് വിശ്വസിക്കുന്നു. നിങ്ങളുമായിട്ടൊരു ലൈഫ് തുടങ്ങണം, നിങ്ങൾക്കൊരു ജസ്റ്റിസ് തുടങ്ങണം, നിങ്ങളുമായിട്ടൊരു ബാലൻസിലെത്തണം എന്ന് തന്നെയാണ് ഇവർ ആലോചിക്കുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവ് ഫീലിങ്സ് തന്നെയാണ് കേട്ടോ. ക്ലാരിഫൈ. നോ, ഗിവ് മീ സം മോർ കാർഡ്സ് ഡിവൈൻ. സോറി, ഗിവ് മീ സം മോർ കാർഡ്സ്. ഹെറോഫാന്റ്, കിങ് ഓഫ് കപ്സ്, ഹാങ്ഡ് മാൻ, ജഡ്ജ്മെൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ, അവർ ആ കേസിൻ്റെ വിധിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഹെറോഫൻ്റ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ മിക്കവാറും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് റിലീജിയസ് ഡിഫറൻസസ് ഒക്കെ കാണുന്നുണ്ട്. കാസ്റ്റ്, കൾച്ചർ, സ്റ്റാറ്റസ് ഡിഫറൻസസ് ഒക്കെ അവിടെ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് അവിടെ ഒരു വിഷയമായിട്ട് വരുന്നില്ല കേട്ടോ. അവരതൊന്നും മനസ്സിലേക്ക് എടുത്തിട്ടില്ല. അവരൊക്കെ സ്നേഹം തന്നെയാണ്. കാരണം കിങ് ഓഫ് കപ്സ് ആണ് തൊട്ടടുത്ത് വന്നിരിക്കുന്നത്. അവിടെ ആ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, ആ ഡിഫറൻസസ് ഒക്കെ അവിടെ ഉണ്ട്. സോഷ്യലി മാരീഡ് ആണ്. ഓക്കെ, എല്ലാം ഉണ്ട്. അവരുടെ ലൈഫ് അവിടെ ഒരു റെസ്പെക്റ്റോടുകൂടി ആൾക്കാർ നോക്കുന്ന ആളൊക്കെയാണ് ഇവർ. 4 പേര് അഡ്വൈസൊക്കെ ചോദിച്ച് ഇവരുടെ അടുത്ത് വരാറുണ്ട്. ഈവൻ റിലീജിയസ്ലി കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്, സ്പിരിച്വലി കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈവൺ ഇവരൊരു പ്രീസ്റ്റൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്, ഒരു ടീച്ചറായിരിക്കാൻ സാധ്യതയുണ്ട്, ഒരു ഗുരു സ്ഥാനീയനായിട്ടുള്ള ഒരു ടീച്ചറൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ട്രഡീഷൻസൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഈവൻ അസ്ട്രോളജർ അങ്ങനെയൊക്കെ ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. പക്ഷേ ഇവർ നിങ്ങളുടെ അടുത്ത് സ്നേഹം തന്നെയാണ്. ആ സ്റ്റക്ക് സിറ്റുവേഷൻ അവിടെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ആണ്. ഓക്കെ, അത് അവിടെ എന്തോ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് സ്റ്റക്ക് തന്നെയാണ്. പക്ഷേ ചിന്തകൾ മാറി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ പൂർണ്ണമായിട്ടും ഡിവൈനെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് ഏഞ്ചൽ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ ഇവർ ഉറച്ച് വിശ്വസിക്കുന്നു. ഹീലർ ആയിരിക്കാം, അഡ്വക്കേറ്റ് ആയിരിക്കാം, ഡോക്ടർ ആയിരിക്കാം. ഓക്കെ, ടീച്ചർ പ്രബലമായിട്ട്, അഡ്വക്കേറ്റ് പ്രബലമായിട്ട് കാണുന്നുണ്ട്. അതേപോലെ ജഡ്ജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മുന്നോട്ട് വരാമെന്നുള്ളൊരു ഇതിലാണ് ഇവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സ്നേഹം ആണ്, സ്നേഹം ഫീലിങ്സ് എന്താണെന്ന് വെച്ചാൽ സ്നേഹം തന്നെയാണ്. ഒരു വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചിട്ട് കാര്യങ്ങൾ തിരിഞ്ഞു വരുന്നതായിട്ടും ഈ സമയം കടന്നുപോയി നല്ല കാലം വരുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ഗിവ് മീ ഫർദർ ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. വാട്ട് ആർ ദ ഫർദർ ആക്ഷൻസ് ഫ്രം ദീസ് പീപ്പിൾ ഡിവൈൻ? 6 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിൽ എത്തുന്നതായിട്ടാണ് കാണുന്നത്. ദ ഫൂൾ ഡിവൈനെ എല്ലാം ഏൽപ്പിച്ചിട്ട് മുന്നോട്ട് തന്നെ എന്ന് തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ എപ്പോഴും ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. എടുത്ത് ചാടി ഒന്നും തീരുമാനിക്കരുത്. മുന്നിലൊരു കുഴി ഉണ്ട് എന്നുള്ളത് എപ്പോഴും നമുക്ക് ഓർമ്മ വേണം. എടുത്ത് ചാടി കുഴിയിൽ വീഴുന്നൊരു സ്ഥിതി വരരുത്. ഹെയറോഫൻ്റ് വീണ്ടും വന്നിരിക്കുകയാണ്. ഡിവൈന് ഞാനിത് പറയും, നിങ്ങൾ മാനിഫെസ്റ്റേഷനിൽ കുറച്ച് ശ്രദ്ധിക്കൂ കേട്ടോ. മാനിഫെസ്റ്റേഷനിൽ നിങ്ങളായാലും പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻസ്, ഡിവൈനുമായിട്ടുള്ള കണക്ഷൻ, മെഡിറ്റേഷൻ, ഇതിലൊക്കെ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ജേർണി എളുപ്പമായിട്ട് കംപ്ലീറ്റ് ആവും. ദി എംപറർ, അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവർ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ്. ഇപ്പോൾ പ്രാക്ടിക്കാലിറ്റി വരുന്ന ഒരു കോർട്ട് കേസൊക്കെ നടക്കുകയാണെങ്കിൽ അവിടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചേ നമുക്ക് പറ്റൂ അല്ലേ. കാരണം അത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു ടാസ്ക് ഉണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്.
ക്വീൻ ഓഫ് പെൻഡക്കിൾസ്, നിങ്ങളെ പ്രതി അവർക്ക് ഹൈലി റെസ്പെക്റ്റ് ആണ്. കാരണം നിങ്ങൾ സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ സ്വയം സമ്പാദിക്കുന്നുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള എന്താ പറയുക തീരുമാനങ്ങൾ ഉള്ള ഒരാളാണ് നിങ്ങളെ പ്രതി ഹൈലി റെസ്പെക്റ്റ് ആണ് ഇവർക്ക് കേട്ടോ. 2 ഓഫ് പെൻഡക്കിൾസ് ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ്. അവിടെ കംപ്ലീഷൻ ആയിട്ടില്ല, കംപ്ലീഷൻ വരും. ഓക്കെ, ആ കോർട്ടിൻ്റെ കേസ് ഒന്ന് തീർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ് അടുത്ത് വന്നത്. ഞാൻ പറഞ്ഞു തീർന്നില്ല. ആ കൺഫ്യൂഷൻ മാറാൻ എന്താ വേണ്ടത്? ആ ജഡ്ജ്മെൻറ്റ് വരണം. ആ ഒരു വിധി വന്നാൽ ഒരു ക്ലാരിറ്റി അവിടെ കിട്ടും. അത് വന്നു കഴിഞ്ഞാൽ എന്താണ്? റീയൂണിയൻ 2 ഓഫ് കപ്സ്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനാണ്. അവർ ആ ജഗ്ലിംഗ് സിറ്റുവേഷൻ തരണം ചെയ്ത് കഴിയുമ്പോൾ ഒരു റീയൂണിയൻ്റെ സാധ്യത നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഈ ഗ്രൂപ്പുകാരുടെ 222കാരുടെ. നിങ്ങൾ ചൂസ് ചെയ്ത കാർഡ് എന്തായിരുന്നു? നേരത്തെ 111 ചൂസ് ചെയ്തവർക്ക് ന്യൂ ബിഗിനിങ് വന്നു അല്ലേ, വിഷ് ഫുൾഫിൽമെൻ്റ് ഒക്കെ വന്നു. ഇവിടെ 222 ചൂസ് ചെയ്തവർക്ക് എന്താ വന്നേ? റീയൂണിയൻ. കണക്റ്റഡ് ആയിട്ട് വരുന്നതുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കുള്ള മെസ്സേജസ് ഞാൻ എടുക്കാം. ലാസ്റ്റ് ഗ്രൂപ്പുകാർക്ക് ചെയ്തതുപോലെ ഞാൻ ഓൾറെഡി കുറച്ച് മെസ്സേജസ് ബൗളിൽ നിന്ന് മിക്സ് ചെയ്ത് ഞാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ, മെസ്സേജസ് എന്താണെന്ന് നോക്കിയിട്ടില്ല. വായിക്കുവാണേ. ഇത് 222കാർക്കുള്ള അവരുടെ പേഴ്സൻ്റെ മെസ്സേജാണ്. മെസ്സേജ് മീ, കോൾ മീ. നിങ്ങളുടെ അടുത്ത് അവരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാനാണ് അവർ പറയുന്നത് കേട്ടോ. യു ആർ സോ സ്പെഷ്യൽ. നിങ്ങൾ അവരുടെ ലൈഫിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാളാണെന്ന് അവർ വിശ്വസിക്കുന്നു. പൈസസ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പൈസസ് മീനരാശിയായിരിക്കാൻ സാധ്യതയുണ്ട്. ഐ ഹാവ് മൂവ്ഡ് ഓൺ. ഇത് സ്പെസിഫിക് ആയിട്ടുള്ള ആർക്കുള്ള മെസ്സേജാണ്. അവർ മൂവ് ഓൺ ചെയ്തു എന്നാണ് പറയുന്നത്. സഡൻ കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ നോ കോണ്ടാക്റ്റിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തുനിന്ന് ഒരു സഡൻ കമ്മ്യൂണിക്കേഷൻ വരാൻ, എന്തെങ്കിലും മെസ്സേജോ കോളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ട്വിൻ ഫ്ലെയിം സോൾമേറ്റ്, കാരണം ലവേഴ്സിൻ്റെ കാർഡ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ട്വിൻ ഫ്ലെയിം ആണ്, സോൾമേറ്റ് ആണെന്നൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യുവർ വോയിസ് ഹാസ് മാജിക് ഇൻ ഇറ്റ്, ഐ ലവ് ടു ഹിയർ യു. നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ശബ്ദത്തിൽ മാജിക് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. മാനിഫെസ്റ്റിംഗ് യു, നിങ്ങളെ തന്നെ ചിന്തിക്കുകയാണ് അവർ. ജെമിനൈ, നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ജെമിനൈ മിഥുന രാശിയായിരിക്കാൻ സാധ്യതയുണ്ട്. യു ഡ്രൈവിങ് മീ ക്രേസി, എന്താണ് നിങ്ങൾ എന്താ ചെയ്തേ? സോറി, പ്ലീസ് മൂവ് ഓൺ ഇൻ യുവർ ലൈഫ്. ചിലരുടെ അടുത്ത് പറയണം അവരെ വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങൾ മൂവ് ഓൺ ചെയ്തോളാൻ. അതൊക്കെ സ്പെസിഫിക് മെസ്സേജസ് ആണ് കേട്ടോ. ബ്ലെസ്ഡ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ്, നിങ്ങൾ അവരുടെ ലൈഫിലുള്ളത് അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നാണ് അവർ പറയുന്നത്. ഡോണ്ട് ബി ആംഗ്രി വിത്ത് മീ, ഐ എം ഹെൽപ്ലെസ്. അവരുടെ സിറ്റുവേഷൻ സ്റ്റക്ക് സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കുക, അവരോട് ദേഷ്യപ്പെടല്ലേ എന്ന് പറയുകയാണ് അവർ. ഐ മിസ് യു, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഐ എം സ്റ്റക്ക് വിത്ത് തേർഡ് പാർട്ടി, അത് തന്നെയല്ലേ നമ്മൾ റീഡിങ്ങിൽ കണ്ടത് അല്ലേ, തേർഡ് പാർട്ടിയുടെ അവിടെ സ്റ്റക്കായിരിക്കുന്ന കണ്ടത്. ഐ എം കൺഫ്യൂസ്ഡ്, 2 ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ടായിരുന്നു. മാരി മീ, ചിലരോടെങ്കിലും കല്യാണം കഴിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അവർ. ഐ നോ ഐ സ്പോയിൽഡ് എവറിത്തിങ്, അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഡു യു ലവ് മീ, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടോ? ഐ എം നെവർ ഗിവിങ് അപ്പ് ഓൺ യു, നിങ്ങളെ ഒരിക്കലും കൈവിടില്ല എന്നാണ് അവർ പറയുന്നത്. ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു, നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. യുവർ ഹാൻഡ്സ് ആർ ബ്യൂട്ടിഫുൾ, നിങ്ങളുടെ കൈകൾ സുന്ദരമാണ് എന്നവർ പറയുന്നു. നമ്പേഴ്സ് 1, 10, ഇതും നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ള നമ്പറായിരിക്കും. ഐ വാസ് മാനിപ്പുലേറ്റിംഗ് യു, നിങ്ങളുടെ അടുത്ത് മുഴുവൻ സത്യങ്ങൾ ഇവർ പറഞ്ഞിട്ടില്ല. ഐ ഹാവ് റോങ്ഡ് യു, ഫൊർഗീവ് മീ, അങ്ങനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കാനാണ് അവർ പറയുന്നത് കേട്ടോ. യു ആർ മൈ ലക്കി ചാം, നിങ്ങൾ അവരുടെ ലൈഫിൽ പോസിറ്റിവിറ്റി കൊണ്ടുവന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വന്നതിന് ശേഷമാണ് അവർക്ക് ലൈഫിൽ ലക്ക് ഉണ്ടായത്. ഫോളിങ് ഫോർ യു, അതൊരു ന്യൂ ലവാണ്, ഒരു ന്യൂ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ലവ് ഉണ്ട് എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് ഗ്രൂപ്പുകാരുടെ. ഇനി ലാസ്റ്റ് ഗ്രൂപ്പുകാർ 999. ഇനി 999 ചൂസ് ചെയ്തവർക്കായിട്ട് കേട്ടോ. 999 എന്ന് പറയുന്ന ഒരു കംപ്ലീഷൻ്റെയൊക്കെ നമ്പറാണ്. അതായത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പുതിയൊരു ബിഗിനിങ്ങിലേക്ക് പോവുക, അങ്ങനെയൊക്കെ ഒരു സ്പിരിച്വൽ ജേർണി തുടങ്ങുക,
അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ അവിടെ ഒരു ക്ലോഷർ കിട്ടിയിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് പോവുക, അങ്ങനെയൊക്കെയുള്ളൊരു നമ്പറാണ് 999. ഓക്കെ, നിങ്ങൾ അത് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സ് ചൂസ് ചെയ്ത നമ്പർ 999 ആണ്. 999 ചൂസ് ചെയ്തവർക്കായിട്ട് അവരുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, ഓണസ്റ്റ് ട്രൂ കറണ്ട് ഫീലിങ്സ് എന്താണെന്നൊന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സ് ചൂസ് ചെയ്ത നമ്പർ 999 ആണ്. അവരുടെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്താണ് എന്നൊന്ന് പറഞ്ഞു തരൂ. എടുക്കാണേ. 4 of cups, 7 of cups, magician, 10 of swords, 9 of wands, chariot, death. ഞാൻ പറഞ്ഞില്ലേ ന്യൂ ബിഗിനിങ്. ഡെത്ത് എന്ത് കാർഡാണ് വന്നേ? ഞാനിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ ഒരു സിറ്റുവേഷൻ എൻ്റെ ഏതൊരു ന്യൂ ബിഗിനിങ് എന്ന്. ആ കാർഡ് തന്നെ റിലേറ്റ് ചെയ്ത് വന്നത് കണ്ടോ? അതാണ് 10 of cups, the world. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 5 of swords. മിസ്സിങ് എനർജിയാണ്. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് കിടക്കുകയാണ്. മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ 24 മണിക്കൂറും. ഓക്കെ, ഭയങ്കരമായിട്ടൊരു പെയിൻ, നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്നിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു വെയിറ്റിംഗ് പീരീഡിൽ നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ആയിരിക്കാനും സാധ്യതയുണ്ട്. എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും അതിനൊരു എൻഡിങ് കുറിച്ചൊരു ന്യൂ ബിഗിനിങ് വരുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട് കേട്ടോ. 10 of cups ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ടേ പറയുള്ളൂ. നിങ്ങൾ തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് ആണ് എന്നും അവിടെ കാണുന്നുണ്ട്. ക്ലാരിഫൈ 10 of swords പ്ലീസ്. വൈ ഈസ് 10 of swords ഹിയർ? എന്താണ് അവരുടെ ഫീലിംഗ്? Ace of swords, അവർക്ക് എന്തോ ഒരു റിയാലിറ്റി ചെക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു വേദനയാണ് അവിടെ. ക്ലാരിഫൈ 9 of wands. 9 of wands. വൈ ഈസ് 9 of wands ഹിയർ? ടവർ മൂമെൻ്റ് വന്നതിൻ്റെ വേദനയാണ് എനിക്ക് തോന്നുന്നു. അവിടെ ടവർ മൂമെൻ്റ് വരാനുണ്ടായ സാഹചര്യം അവരുടെ ഫാമിലിയാണ് കേട്ടോ. അവിടെ ഫാമിലിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി വന്നതുകൊണ്ടാണ്. കാരണം അവിടെ 7 of cups ഉണ്ട്. അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഇവർക്ക് ഉണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ നിങ്ങൾ തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസുമാണ്. ക്ലാരിഫൈ 10 of cups. ക്ലാരിഫൈ 10 of cups. വൈ ഈസ് 10 of cups ഹിയർ? വൈ ഈസ് 10 of cups ഹിയർ? മാരീഡാണ്. ഓക്കെ, മാരീഡ് പേഴ്സൺ ആണ്. അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ഇട്ടെറിഞ്ഞിട്ട് പോരാൻ ഉള്ള ഒരു സിറ്റുവേഷൻ അല്ല. അതുകൊണ്ടാണ് അവിടെ ഒരു ടവർ മൂമെൻറ്റ് വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പക്ഷേ ആ സിറ്റുവേഷൻ അവിടെ എൻഡ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ ദ ചാരിയറ്റ്. വൈ ഈസ് ചാരിയറ്റ് ഹിയർ? ഹൈലി ഇമോഷണൽ ആയിട്ട് ഇവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് മുന്നോട്ട് വരണം എന്നൊക്കെ തന്നെയാണ് ഇവരുടെ ആഗ്രഹം. ക്ലാരിഫൈ ഡെത്ത്. ക്ലാരിഫൈ ഡെത്ത്. നെക്സ്റ്റ് ആക്ഷൻ വരുമ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ ഞാൻ നോക്കുന്നുണ്ട്. ഒരു സ്റ്റെബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് തരണം എന്നിവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് അവർ അവരുടെ ഫാമിലിയുടെ ഒരു ഇതിൽ പെട്ടിരിക്കുകയാണ്. ഇത് എക്സ്റ്റെൻഡഡ് ഫാമിലിയും ആവാം, ഇവരുടെ സ്പൗസും ആവാം. ഓക്കെ, റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അവിടെ അവരുടെ ഫാമിലീനെ ഒന്ന് സ്റ്റേബിളാക്കി കഴിഞ്ഞാൽ, ആ സ്റ്റെബിലിറ്റി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഡിറ്റർമിൻഡായിട്ട് തീരുമാനമെടുത്തിട്ട് വരുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ഇത് പക്ഷേ ഡിലേ ഉണ്ടാവും. കാരണം അറ്റ് പ്രസൻറ്റ് ടവർ മൂവ്മെൻ്റ് ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഓക്കെ, അവിടെ ചെറിയ റെസ്പോൺസിബിലിറ്റി അല്ല, കുറച്ച് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഗിവ് മീ സം മോർ കാർഡ്സ് ഡിവൈൻ. ഗിവ് മീ സം മോർ കാർഡ്സ്. ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, സങ്കടം ഫീൽ ചെയ്യുന്നുണ്ട് മൂൺ കാർഡ് വെച്ചിട്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ഇവർ ഒരു പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ,
മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഫാമിലിയിലുള്ള ഒരു ഫീമെയിൽ പ്രസൻസ് ഇവരെ തടയുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും ഉപരി ലവേഴ്സ് നിങ്ങളുടെ അടുത്ത് സ്നേഹമാണ്. ഏറ്റവും പ്രബലമായ ഫീലിംഗ് എന്താണ്? ലവ് തന്നെയാണ് കേട്ടോ. ഇവർക്ക് പേടിയുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവർ നിങ്ങളുടെ അടുത്ത് ഇവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഇവരുടെ സ്പൗസ് അറിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാവും എന്ന് ഇവർ പേടിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പേടിയാണ് അവിടെ ഒരു ടവർ മൂവ്മെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇവർക്ക് ഇവരുടെ സ്പൗസിനെ പേടിയാണ്. ഓക്കെ, അതേപോലെ ഒരു ന്യൂ ബിഗിനിങ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ആ ന്യൂ ബിഗിനിങ് എനിക്ക് തോന്നുന്നു ജോലി പരമായിട്ടാണ്. ക്ലാരിഫൈ ഈസ് ഓഫ് പെൻറ്റിക്കിൾസ്. ഈസ് ഇറ്റ് ഇൻ ദ ലവ് ലൈഫ് ഓർ ഇൻ ദർ ജോബ്? ഈസ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ വന്നത് എന്താണ്? ഒരു പുതിയ പഠനം, എന്തോ റിസർച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു ലോങ് ഡിസ്റ്റൻസിലാണ് ഇവിടെ കാണുന്നത്. ഇത് ഒരു പക്ഷേ സ്റ്റുഡൻ്റ് എനർജി ആയിരിക്കണം. നിങ്ങളുടെ പാരൻ്റാണ് അവിടെ തടസ്സമായിട്ട് കാണുന്നത് കേട്ടോ. അവരെ വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാവും എന്നുള്ള രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത്. ഈ ഹൈ പ്രീസ്റ്റസ് അവിടെ സ്പൗസ് മാത്രമായിരിക്കില്ല, പാരൻറ്റുമായിരിക്കാൻ സാധ്യതയുണ്ട്. ഇവരുടെ വീട്ടിൽ അറിഞ്ഞാൽ പ്രശ്നമാകും എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. ഈവൻ നിങ്ങളുടെ പേഴ്സൺ അഡൾട്ടായിരിക്കാം. ഒരു റിസർച്ച് ആക്ടിവിറ്റിയൊക്കെ ആയിട്ട് ഇവർ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം. അവിടെ ഈ പറഞ്ഞ പോലെ സ്പൗസ് അറിഞ്ഞാൽ പ്രശ്നമാണ് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. ഇൻസെക്യൂറായിട്ട് ഇവർ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇവരെ വിട്ടിട്ട് പോകുമോ എന്നുള്ള ഭയം ഇവർക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. ക്ലാരിഫൈ ദ മൂൺ, ക്ലാരിഫൈ ദ മൂൺ. ഏസ് ഓഫ് കപ്സ്, അതുതന്നെ സ്നേഹം എന്ന് വെച്ചാൽ ഒരുപാട് സ്നേഹമാണ്. ലവേഴ്സും ഉണ്ട്, ഏസ് ഓഫ് കപ്സും ഉണ്ട്. സ്നേഹം ഒരുപാടുണ്ട്, അതിൻ്റെ ഒപ്പം ഭയവും ഉണ്ട്. ഓക്കെ, അതാണ് അവിടെ പ്രശ്നം. ഇവർ ആ ഒരു സോഷ്യൽ ഇതിൽ പെട്ട് കിടക്കുകയാണ്. ഇവർക്ക് അത് ആ കെട്ടുപാടിൻ്റെ അകത്തുനിന്ന് പുറത്ത് വരാൻ പേടിയാണ്. ഓക്കെ, സമൂഹത്തിനെ പേടിയാണ്, പാരൻസിനെ പേടിയാണ്, സ്പൗസിനെ പേടിയാണ്, എല്ലാം പേടിയാണ്. എന്നാൽ സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഹൈലി ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ഒന്നുകിൽ ഇവരുടെ പാരൻറ്റിന് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവർ മാരീഡാണ്. അവിടെ റെസ്പോൺസിബിലിറ്റീസ് മൂലം അവർക്ക് ഇട്ടെറിഞ്ഞിട്ട് പോരാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം കിട്ടിയിട്ടും കൈവിട്ടു പോയൊരവസ്ഥ. നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ വന്നു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ഇഷ്ടത്തിൽ വന്നു, പക്ഷേ അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയായിട്ടാണ് അവിടെ കാണുന്നത്. ക്ലാരിഫൈ 5 ഓഫ് സ്പോർട്സ്. പാഷനേറ്റ് ആണ്, നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നമുക്കിതിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഒന്നും ചെയ്യാതെ ഇരിക്കുമോ? മനസ്സിൽ സ്നേഹം വെച്ചിട്ട് ആക്ഷൻ എടുക്കണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. കാരണം ഒരു ഡെത്തിൻ്റെ കാർഡ് വന്നിരുന്നു, ചാരിയറ്റിൻ്റെ കാർഡ് വന്നിരുന്നു. ഡിവൈൻ ഗിവ് മീ നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. വിൽ ദർ ബി എനി നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ? വിൽ ദർ ബി എനി നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദിസ്? ടോട്ടൽ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇവർ ഇരിക്കുന്നത്. ലൈഫിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെയാണ് ഇവരിയ്ക്കുന്നത്. കിങ് ഓഫ് വാൻഡ്സ്, സ്നേഹം പ്രകടിപ്പിക്കുന്നതായിട്ടൊക്കെ തന്നെയാണ് കാണുന്നത് കേട്ടോ. സ്നേഹം പ്രകടിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എംപ്രസ്, നിങ്ങൾ അവരുടെ ലൈഫിലെ ലക്കി ചാമാണ്, ഭാഗ്യമാണ്, എല്ലാമാണ്. നിങ്ങളെ പോലെയുള്ള ഒരു കെയർ, നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻ്റ് ഇല്ല എന്നൊക്കെ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഇവർ. പക്ഷേ എന്ത് ആക്ഷനാണ്? ഒരു പോസിറ്റീവ് ആക്ഷൻ. ഐ ഡെൻറ്റ് ഗെറ്റ് ദി ആക്ഷൻ ഡിവൈൻ. ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഫീലിങ്സ് ബട്ട് ഐ നീഡ് വാട്ട് ആക്ഷൻ വിൽ ദേ ടേക്ക്? ഡിവൈനെ ഏൽപ്പിച്ചിട്ട് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിന് വേണ്ടി പ്രാർത്ഥിച്ച് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവിടെ ടവറാണ്. ഇവരൊരു ആക്ഷനും എടുക്കുന്നതായിട്ട് കാണുന്നില്ല. ക്ഷമയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം എന്നാണ് ഇവർ വിചാരിക്കുന്നത്. സ്ട്രെങ്ത്തിൻ്റെ കാർഡാണ് വന്നത്. ലവേഴ്സ്, ഫീലിങ്സ് മനസ്സിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതാണ് ഫീലിങ്സ്. ലവേഴ്സ് കാർഡ് 2 പ്രാവശ്യമാണ്. അപ്പോൾ എത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് അറിയാലോ. സോറി, കിങ് ഓഫ് കപ്സ്. അഗൈൻ കിങ് ഓഫ് കപ്സ് സ്നേഹം തന്നെയാണ്, പക്ഷേ ആക്ഷൻ ഓറിയൻറ്റഡ് അല്ലാത്ത സ്നേഹമാണ്. അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയുള്ളൂ, ഒന്നും ചെയ്യാതെ. അതാണ് പ്രശ്നം. 2 more cards for action. Tell me if they will have any sort of action.
പ്ലീസ് ടെൽ മീ ഇഫ് ദർ വിൽ ബി എനി സോർട്ട് ഓഫ് ആക്ഷൻ ഡിവൈൻ. ഫൂൾ പറഞ്ഞില്ലേ, രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ ചെയ്യാൻ, ഇമ്പൾസീവായിട്ട് കാര്യങ്ങൾ ചെയ്തെങ്കിലേ ഉള്ളൂ. അങ്ങനെ ഒരു ഇമ്പൾസീവ്നെസ് കാരണം സ്ട്രെങ്ത് വരുന്നത് കാരണം എനിക്ക് തോന്നുന്നു നേരെ തിരിച്ചാണ്. അതായത് ഇമ്പൾസീവായിട്ട് ആക്ഷൻ എടുത്താൽ നമുക്ക് അബദ്ധം പറ്റും എന്ന് ചിന്തിച്ച് ക്ഷമയോടെ കൈകാര്യം ചെയ്യുന്നതായിട്ടാണ് ഞാനതിവിടെ എടുക്കുന്നത് കേട്ടോ. രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് വരുന്നു എന്ന് നമുക്ക് എടുക്കാൻ സാധിക്കില്ല അവിടെ. അതിൻ്റെ കോൺസിക്വൻസസ് ഇവർ ആലോചിക്കുന്നുണ്ട്. ഇതിൻ്റെ അങ്ങനെ ഒരു എടുത്തു ചാടി പ്രവർത്തിച്ചാൽ അതിൻ്റെ ഒരു എന്താണ് റിയാക്ഷൻ എന്തായിരിക്കുമെന്നൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ട് പ്രാക്ടിക്കലായിട്ട്. അതുകൊണ്ടാണ് ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് ഇവർ വിചാരിക്കുന്നത്. അവർ കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. 2 of Wands ആണ്, അവരൊരു തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ ഉടനെ ഒരു ആക്ഷൻ അവരുടെ സൈഡിൽ നിന്ന് വരുന്നതായിട്ട് കാണുന്നില്ല. മനസ്സിൽ ഒരുപാട് സ്നേഹമാണ്. ഓക്കെ, സ്നേഹത്തിൻ്റെ അങ്ങേ തലയാണ്. കാരണം സ്നേഹമായിട്ട് റിലേറ്റഡ് ഉള്ള എല്ലാ കാർഡും വന്നിട്ടുണ്ടായിരുന്നു, പാഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാർഡും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കൺഫ്യൂഷനിൽ പെട്ട് കിടക്കുന്നതായിട്ടും മുന്നോട്ട് പോകാൻ ഒരു ഭയമുള്ളതുമായിട്ടുമാണ് ഇവിടെ കണ്ടത്. ഓക്കെ, ഇവരുടെ മെസ്സേജസും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, 999 പേഴ്സൻ്റെ മെസ്സേജസ്. ഐ നോ ഐ സ്പോയിൽഡ് എവറിത്തിങ്. അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഐ വാസ് മാനിപ്പുലേറ്റിംഗ് യു. കണ്ടോ, അവർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. കാരണം അവർ ആ സിറ്റുവേഷനിൽ ആണെന്ന് അവർക്കറിയാം, എന്നിട്ടും ഇവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തു. യു ആർ സോ സ്പെഷ്യൽ. അതൊക്കെ ഉണ്ട്, നിങ്ങൾ ഇവരുടെ ലൈഫിൽ സ്പെഷ്യൽ ആണെന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ട്. ന്യൂ ബിഗിനിങ്സ്. ഓക്കെ, ഒരു എൻഡിങ്, ന്യൂ ബിഗിനിങ് ഒക്കെ നമ്മൾ കണ്ടു. ഹോപ്പ്ഫുള്ളി എന്തെങ്കിലും ആക്ഷൻ എടുക്കുമായിരിക്കും. ഐ വോണ്ട് ടു ബി വിത്ത് യു. അവർക്ക് ആഗ്രഹം, ഞാൻ പറഞ്ഞില്ലേ, ലവാണ്. അവർക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടം. വാർണിംഗ്, ലുക്ക് ഫോർ റെഡ് ഫ്ലാഗ്സ്. സൂക്ഷിക്കുക. കാപ്രിക്കോൺ, നിങ്ങളുടെ പേഴ്സൺ കാപ്രിക്കോൺ ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാപ്രിക്കോൺ പറയുമ്പോൾ മകരരാശി കേട്ടോ. പേഴ്സണോ നിങ്ങളോ ആയിരിക്കാം. റീയൂണിയൻ, ഒരു റീയൂണിയൻ ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഡു യു ലവ് മീ, നിങ്ങളവരെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അവർ ചോദിക്കുകയാണ്. നമ്പർ 7, 16, 25 ഇത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് നമ്പർ ആയിരിക്കും. നമ്പേഴ്സ് 8, 17, 26 ഈ നമ്പേഴ്സും എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കാണും. ലവ് യുവർ ഐസ്, നിങ്ങളുടെ കണ്ണുകൾ അവർക്ക് ഇഷ്ടമാണ്. ജെമിനി, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ജെമിനി മിഥുന രാശിയായിരിക്കാൻ സാധ്യതയുണ്ട്. പ്ലീസ് മൂവ് ഓൺ ഇൻ യുവർ ലൈഫ്. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടെന്നും ചിലർ പറയുന്നുണ്ട്. മെസ്സേജ് മീ, കോൾ മീ, അവരെ വിളിക്കാനോ മെസ്സേജ് ചെയ്യാനോ സാധിക്കുമെങ്കിൽ ചെയ്യാനാണ് അവർ പറയുന്നത്. യു ഡിസേർവ് എ ബെറ്റർ പേഴ്സൺ ദെൻ മീ, ഇവരെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്നു എന്ന് അവർ വിചാരിക്കുന്നു. പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ് ഓൺ മീ, അവരെ കൈവിട്ട് കളയരുതേ എന്ന് പറയുകയാണ്. യുവർ വോയിസ് ഹാസ് മാജിക് ഇൻ ഇറ്റ്, ഐ ലവ് ടു ഹിയർ യു, നിങ്ങളുടെ ശബ്ദം അവർക്ക് വളരെ ഇഷ്ടമാണ്, അത് കേട്ടോണ്ടിരിക്കാൻ അവർക്ക് ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. ഐ മിസ് യു, മിസ്സിങ് എനർജി അതിൽ കാർഡിലുണ്ടായിരുന്നു അല്ലേ. ഐ ലവ് യു, ഇത് തീർച്ചയായിട്ടും വരുമായിരുന്നു. കാരണം 2 കാർഡാണ് ലവേഴ്സിൻ്റെ. കിങ് ഓഫ് കപ്സ്, കിങ് ഓഫ് വാൻസ് എല്ലാം ഉണ്ടായിരുന്നു. സാജിറ്റേറിയസ്, ധനു രാശിക്കാരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു, നിങ്ങളുടെ പ്രസൻസ് ഇവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. ആൻഡ് ഐ ആം വാച്ചിങ് യു ഫ്രം എഫാർ, നിങ്ങളെ ദൂരെ നിന്ന് അവർ കാണുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്കായിട്ടുള്ള. അപ്പോൾ എത്രത്തോളം റെസനേറ്റ് ആയി എന്ന് കമൻറ്റിൽ ഇടുക. ഓക്കെ, അതേപോലെ നിങ്ങൾ പുതിയ സബ്സ്ക്രൈബർ ആണെങ്കിൽ ദയവായിട്ട്, പുതിയ വ്യൂവർ ആണെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം സബ്സ്ക്രിപ്ഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് ഞാനും നിങ്ങളും തമ്മിൽ. കാരണം ഞാൻ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയാലേ എനിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പിൻ്റെ ഓപ്ഷൻ വരികയാണെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ. കാരണം വ്യൂവർ ബോർഡിൽ ഒരു ലീഡർഷിപ്പ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ നാളെ 11 മണിക്ക് മെമ്പേഴ്സ് ലൈവിൽ ജോയിൻ ചെയ്തോളൂ. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, മറ്റുള്ളവർക്ക് മൺഡേ 11, സാധാരണ സബ്സ്ക്രൈബേഴ്സിന് മൺഡേ 11 o'clock. പക്ഷേ ഞാൻ 3 hours ഒന്നും ഇരിക്കാൻ എനിക്ക് സാധിക്കില്ല.
ഓക്കെ, പരമാവധി നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ എക്സോസ്റ്റഡ് ആയെന്ന് തോന്നുമ്പോൾ ഞാൻ നിർത്തും കേട്ടോ. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ റീഡിങ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, പോസിറ്റീവ് ആയിരിക്കുക, എല്ലാം നല്ലതിന് എന്ന് വിശ്വസിക്കുക കേട്ടോ. ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.